ഇന്ന് ഞാൻ ആദ്യം പഠിച്ചത് മാത്സ് ആണ്. അതിനകത്ത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ 2021 തുടങ്ങി 2025 വരെ ചോദിച്ച ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസുമാണ് ഞാൻ സോൾവ് ചെയ്തത്. അങ്ങനെ ഞാൻ സോൾവ് ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം നോട്ടീസ് ചെയ്തത്. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസിന് നമ്മൾ കൺവെൻഷണൽ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കൂടെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഇപ്പം എക്സ് ഒക്കെ ഇട്ട് കൊടുത്ത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ നമ്മൾ പൊതുവേ ചെയ്യുന്നതാണ് എക്സ് ഇട്ട് കൊടുത്ത് ചെയ്യുന്ന മെത്തേഡ്. പക്ഷേ ചില ക്വസ്റ്റ്യൻസിന് അങ്ങനെ ചെയ്യുമ്പോൾ അത് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. പക്ഷേ ചില ക്വസ്റ്റ്യൻസിന് അതേസമയം നമ്മൾ വേറെ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആൻസറിലെത്തും. ഇപ്പം നമുക്ക് എക്സാമിന് എപ്പോഴും ആൻസറിലെത്തുക എന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമുക്കൊരു എത്രയും പെട്ടെന്ന് ആൻസറിനെത്തുക എന്നുള്ളത്. ഇപ്പം അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് ഈവൻ ദോ നമുക്ക് ആൻസറിലെത്താൻ പറ്റുമെങ്കിലും ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പോൾ ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ 20 ക്വസ്റ്റ്യൻ 20 എണ്ണം അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതൊരെണ്ണം സ്കിപ്പ് ചെയ്തതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ലെവലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്കറിയാം. ഇപ്പം GK പാർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ വായിച്ചെടുക്കാൻ തന്നെ നല്ല ടൈം എടുക്കും. വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷേ ഇപ്പോൾ ഈ ടോപ്പിക്ക് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ക്വസ്റ്റ്യനെ ഞാൻ അങ്ങനെ വിചാരിച്ചോളൂ, ദാറ്റ് എക്സാം ഹോളിൽ ഇരിക്കുമ്പം ഞാൻ സ്കിപ്പ് ചെയ്യുമായിരിക്കുമെന്ന്. അടുത്തത് ഞാൻ കേരള ഹിസ്റ്ററി റിവൈസ് ചെയ്യുമായിരുന്നു. ഞാൻ ഓൾറെഡി യൂട്യൂബൊക്കെ നോക്കി പല ക്ലാസ്സുകൾ കൂടിയതാണ്. കേരള ഹിസ്റ്ററി അങ്ങനെ കംപ്ലീറ്റ് ചെയ്തതാണ്. പിന്നെ ഇപ്പം ഞാൻ റാങ്ക് ഫയൽ വെച്ചിട്ട് അത് റിവൈസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ നമ്മൾ എത്ര പഠിച്ച ടോപ്പിക്കാണേലും വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. ഈയിടെയായിട്ട് ഞാൻ ചെയ്യാറുള്ളൊരു കാര്യമാണ്, എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ആഴ്ചയിൽ ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക എന്നുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ളത് അതിപ്പോൾ ഡിഗ്രി ലെവലിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. 10th ലെവലോ +2 ലെവലോ അല്ലെങ്കിൽ ഇപ്പം PSC അടുത്ത കാലത്ത് നടത്തി ഇപ്പോൾ ഈ ആഴ്ച എന്തെങ്കിലും ഒരു എക്സാം നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വേണേലും നമുക്ക് നോക്കാം. എനിക്കതുകൊണ്ട് തോന്നിയിട്ടുള്ളൊരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇപ്പം നമ്മൾ റാങ്ക് ഫയലൊക്കെ എടുത്ത് വായിക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് പേജുകളുണ്ട്, ഒരുപാട് ഇൻഫർമേഷനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ വായിച്ചാൽ പോലും ഇതെല്ലാം കൂടി നമുക്ക് മെമ്മറൈസ് ചെയ്യാനോ എക്സാമിനത് എത്രത്തോളം യൂസ്ഫുൾ ആകാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഏത് ഏരിയ പഠിക്കണം എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. PSC എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസാണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ റാൻഡമായിട്ട് നമുക്ക് എല്ലാം കൂടി പഠിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാകും. എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളൊരു യൂസ്. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ വീക്കായിട്ടുള്ള ഏരിയാസ് തിരിച്ചറിയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും കുറേ GK പഠിക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഞാൻ കുറേ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എക്സാമിന് നമ്മൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഇന്ന ഏരിയയിലാണ് മാർക്ക് പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജോഗ്രഫി ആണെങ്കിൽ ഇപ്പോൾ ജോഗ്രഫിയിൽ ഇനിയും കൂടുതൽ പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ സയൻസിൻ്റെ ഏരിയാസ് ആണെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് മാർക്ക് പോകുന്നതെന്നുള്ളത്, നമുക്ക് കൂടുതൽ എവിടെയാണ് ഇനി ടൈം സ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പം മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കേരള ഹിസ്റ്ററി റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഇന്ത്യൻ ഹിസ്റ്ററി വായിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്കണോമിക്സ് കുറച്ച് നേരം വായിച്ചു. അപ്പോഴത്തേക്കും ഏതാണ്ടൊരു ഉച്ചയായി. എനിക്ക് പൊതുവേ ഉച്ചവരെയാണ് അത്യാവശ്യം പ്രൊഡക്ടിവിറ്റി ഉള്ളത്. ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഡക്ടിവിറ്റി ഭയങ്കര ലോ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ പാസീവ് ലേണിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത്. എന്തെങ്കിലും വീഡിയോ കാണുമോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കറണ്ട് അഫെയർസിൻ്റെ ഒരു ക്ലാസ് കൂടി. അത് കഴിഞ്ഞിട്ട് പിന്നെ കെമിസ്ട്രിയുടെ ഒരു ക്ലാസ്സും കൂടി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.